ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ അലീന ഓരോ കള്ളത്തരങ്ങളായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. സ്റ്റാൻലി വലിയൊരു വീരനാണ്, വലിയ എന്തോ ആളാണെന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. പക്ഷേ സ്റ്റാൻലിയെ പറ്റിക്കാനായിട്ടും അവിടുത്തെ സർവന്റിനെ കൊണ്ട് പറ്റണുണ്ടെങ്കിൽ സ്റ്റാൻലി ഒരു പൊട്ടനാണോ? ആ ഒരു ചിന്ത നമ്മുടെ അലീനയ്ക്കും തോന്നുകയാണ്. ഈ വലിയ വീരനായിട്ടും എന്തോ വലിയ മസിലൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് പപ്പേനെ പറ്റിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇതിപ്പം വീട്ടിൽ നിന്ന് തന്നെ ഒരു പറ്റീരാകുമ്പോഴത്തേക്കും പുറത്തും പറ്റീര് കാണുമല്ലോ. ഇതിൽ നമ്മുടെ അലീന എല്ലാം കണ്ടുപിടിക്കും കേട്ടോ. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കും. അപ്പൊ അവസാന സീൻ എന്ന് പറയുന്നത്, ഇതൊക്കെ എന്റെ പപ്പയ്ക്ക് അറിയാമോ, കേണൽ അദ്ദേഹത്തിന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു, അത് പിന്നെ അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇതുവരെ ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പം, അല്ല ഈ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് ആൻ്റപ്പേട്ടന് തോന്നുന്നുണ്ടോ? ചോദിച്ചിട്ട് ഒരു സാധനം എടുത്താൽ കുഴപ്പമില്ല, ചോദിക്കാതെ അതിപ്പോ എന്ത് മുതലായിക്കോട്ടെ, ഏത് മുതലായിക്കോട്ടെ അത് എടുക്കുന്നത് അത് നല്ല ശീലമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ കുഞ്ഞെ, അത് പിന്നെ ഞങ്ങള് പറഞ്ഞല്ലോ, അവള് പാവം പിടിച്ചൊരു പെണ്ണാണെന്നേ, മക്കളെ പോറ്റാൻ വേണ്ടി 3-4 വീട് തോറും കയറി ഇറങ്ങി പണിയെടുത്ത് നടക്കുന്ന ഒരു പെങ്കൊച്ചല്ലേ, ഒരു പെണ്ണല്ലേ. അപ്പൊ അതിന്റെ ഒരു ഇതിനാ ഞങ്ങൾ അതിങ്ങനെ ചെയ്തത്. അല്ല ഇനിയിപ്പോ കുഞ്ഞിന് ഇഷ്ടമല്ല, ഞങ്ങളത് ചെയ്യുന്നില്ല, ഓക്കെ ഞങ്ങൾ ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോ, എന്റെ ഇഷ്ടക്കേടൊന്നും നോക്കണ്ട, പക്ഷേ ഇവിടുത്തെ മുതലാളിയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങ് മാറിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പൗലോസ് പറഞ്ഞു, എന്റെ പൊന്നാൻ്റപ്പാ, ഇവളിവിടെ നിന്നാ ശരിയാവത്തില്ല കേട്ടോ. അവൾ ഇപ്പൊ തന്നെ ഓരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോ എന്തായിരിക്കും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേണൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കത്തില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൗലോസ് അല്ല ആൻ്റപ്പനും പറഞ്ഞു, ശരിയാണ്, ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ശരിയാണ് പൗലോസ് നീ പറഞ്ഞത്. ഇതിനിപ്പോ എന്താ ഒരു വഴി, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഡ്രൈവർ ബൈജു വന്നിട്ട് എന്താന്ന് ചോദിച്ചു. പറഞ്ഞു സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു ആറ്റപ്പനും പൗലോസും കൂടെ. ഓഹോ, അപ്പം ഇരിപ്പുവശവും കിടപ്പുവശവും അത്രയ്ക്ക് ശരിയല്ലല്ലോ. ആ പെണ്ണ് ഇവിടെ വന്ന് നമ്മളെ എല്ലാവരെയും പൊക്കി നമ്മുടെ ജോലി കളയിപ്പിക്കുവോ? അതൊന്നും എനിക്കറിയില്ല ബൈജു, പക്ഷേ ഇതിനൊരു അറുതി കുറിക്കണ്ടേ? ഇവളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാലേ അവളെ അത്രയ്ക്ക് പൊട്ടിയൊന്നുമല്ല, നല്ല ബുദ്ധിയുള്ള പെങ്കൊച്ച. അതുകൊണ്ടാണല്ലോ ഇന്ന് അവള് വന്ന് സാധനങ്ങൾ പൊക്കിക്കൊണ്ട് പോയപ്പം ആദ്യത്തെ ദിവസം തന്നെ കൈയോടുകൂടി പൊക്കിയത്. അപ്പൊ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുമ്പം ബൈജു തന്നെ പറയാണ്, ഒരു കാര്യം ചെയ്താലോ, അങ്ങനെ ഏതോ പെണ്ണ് കയറി മകളാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുന്നത് അത്രയ്ക്ക് ശരിയാണോ പൗലോസേ? ആണോ ആൻ്റപ്പേട്ടനും പൗലോസ് എന്നല്ല, പൗലോസേട്ടൻ നാട്ടു വിളിക്കുന്ന ബൈജു. പൗലോസേട്ടൻ ഒന്ന് ചിന്തിച്ചേ, അത് അത്രയ്ക്ക് നല്ലതല്ലല്ലോ. നമുക്ക് ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കണ്ടേ? ഓ അതും ശരിയാണ്, അറിയിക്കേണ്ടവരെ അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ തോന്നിവാസമൊന്നും ഇവിടെ നടത്തത്തില്ല, ഇവിടെ ഇരുത്തി പൊറപ്പിക്കത്തില്ല. കേണൽ അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. ഹൗദക്കുട്ടി ചായ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ പലതും ആയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല നമ്മളത് വിളിച്ചു പറഞ്ഞു എന്നും മറ്റും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയ പ്രശ്നമാവില്ലേ എന്ന് ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വെളവും വെള്ളിയാഴ്ച ആൻ്റപ്പന് മാത്രമേ ഉള്ളൂ. അപ്പൊ പൗലോസ് പറഞ്ഞു, അതിനിപ്പോ എന്താ, നമ്മളിവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചു പറയണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഔതക്കുട്ടിച്ചായൻ. അപ്പൊ നമ്മളത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അല്ലേ പ്രശ്നം, ധൈര്യമായിട്ട് വിളിച്ചോ. ആൻ്റപ്പേട്ടൻ തന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ആൻ്റപ്പേട്ടനാണ് അവരിൽ കുറച്ച് ഇച്ചിരി മൂത്തതുള്ളത്. അപ്പൊ ആൻ്റപ്പൻ പറഞ്ഞു, ഞാൻ വിളിച്ചാല് അത് കുഴപ്പമൊന്നുമില്ല, ആൻ്റപ്പേട്ടൻ തന്നെ വിളിക്കണം, വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇല്ലെങ്കിൽ അറിയാലോ നമ്മളിവിടം കൊണ്ടാ ജീവിച്ചു പോകുന്നത്, നമ്മുടെ കഞ്ഞി പാറ്റ ഇടാൻ വന്നു കഴിഞ്ഞാലേ പിന്നെ എന്താ ചെയ്യുന്നത്? നമുക്ക് വേറെ ശത്രുതയോ വൈരാഗ്യമൊന്നും ആ പെങ്കൊച്ചിനോടില്ല. ആ പെങ്കൊച്ചിന് നമ്മളോട് ശത്രുതയും വൈരാഗ്യമൊന്നും കാണത്തില്ല. പക്ഷെ നമ്മുടെ കഞ്ഞിയിൽ പാറ്റി ഇടുക എന്നുള്ളത് അത് അത്രയ്ക്ക് നല്ല പരിപാടിയല്ലല്ലോ ആൻ്റപ്പേട്ട. അപ്പൊ പിന്നെ ഒരു കാര്യം പറഞ്ഞങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും എന്ത് ചെയ്യുന്നു, ആൻ്റപ്പൻ ഇരുന്നും നിന്നും നടന്നും ഒക്കെ ചിന്തിക്കുവാണ്. പറയണോ? പറഞ്ഞു കഴിഞ്ഞാൽ കേണൽ അദ്ദേഹം അറിയുമോ? പറയാതെ ഇരുന്നാലും പ്രശ്നമാണോ? അതായത് നമ്മുടെ ആൻ്റപ്പനെ അങ്ങോട്ട് ചൂട് കയറ്റിട്ടോ പൗലോസും ബൈജുവും കൂടെ ചേർന്ന്. അപ്പൊ ആൻ്റപ്പൻ ഇത് പറയാതെ ഇരിക്കാനും പറ്റത്തില്ല, പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാലചന്ദ്രൻ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നേരം പരപരാ വെളുത്തൊക്കെ വരുന്ന ഒരു സമയമാകുന്നതേ ഉള്ളൂ. 6 മണിയൊക്കെ ആയി, വെട്ടമൊക്കെ വീണു.
വെട്ടമൊക്കെ വീണ സമയത്ത് നമ്മുടെ ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളും അടുക്കളയിലെ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ചോറും കറികളും ഒക്കെ അവർ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതിനിടയിൽ രോഹിത് സഹായിക്കാൻ കൂടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വൈജയ്ക്ക് അത്രയ്ക്ക് ദഹിക്കുന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ ബാലചന്ദ്രൻ വന്ന് മുറ്റത്ത് കാറ് നിർത്തിയതും നമ്മുടെ കൃഷ്ണജ പോയി വാതിൽ തുറന്നു. ആ, അച്ഛനായിരുന്നോ? അല്ല, അച്ഛൻ വെളുപ്പിനിങ് എത്തിയോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ വെളുപ്പിനിങ് പോന്നു മോളെ, ഇനിയിപ്പൊ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. ആ, അതെ, അലീന ചേച്ചി വിളിച്ചായിരുന്നോ? അലീന ഇന്നലെ വിളിച്ചായിരുന്നു. അല്ല, നിങ്ങളെ വിളിച്ചില്ലേ അലീന ചേച്ചി? ആ, ഞങ്ങൾ ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ രാത്രി വിളിച്ച് കുറെ നേരം സംസാരിച്ചായിരുന്നു. അച്ഛനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എങ്കിലും അച്ഛൻ എന്ത് പരിപാടി അച്ഛാ കാണിച്ചത്? ആ വീട്ടില് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അലീന ചേച്ചി പറഞ്ഞു. ആ, അത് ആണുങ്ങൾ മാത്രമുള്ള വീടാണ്. പക്ഷെ ഞാൻ നോക്കിയും കണ്ടിട്ടൊക്കെ അല്ലേ അവളെ അവിടെ ആക്കിയത്. അല്ലാതെ ഞാൻ അന്വേഷിക്കാതെ പിടിക്കാതെ ഒന്നും അല്ലല്ലോ. അവൾക്ക് ഏറ്റവും സേഫ് ആയ സ്ഥലം അത് തന്നെയാ മക്കളെ. അതുകൊണ്ട് അവൾ അവിടെ നിൽക്കട്ടെ, അത് തന്നെയാ നല്ലത്. അല്ല, അവൾ എന്തെങ്കിലും പരാതിയായിട്ട് പറഞ്ഞോ? ഏയ്, പരാതിയായിട്ടൊന്നും പറഞ്ഞില്ല അലീന ചേച്ചി. പക്ഷെ അലീന ചേച്ചിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് തന്നെ ഇവിടെ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ട്, പിന്നെ എങ്ങനെ അലീന ചേച്ചിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പിന്നെ ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ഒക്കെ ആട്ടെ എന്ന് പറയോട്ടെ നേരെ സ്റ്റെയർ കയറി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ വൈജ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പുറകെ കെട്ടി ഒരു വൈജയുടെ നടപ്പും ഒരു ചരിഞ്ഞ വെച്ച ഇങ്ങനെ വെച്ചൊരു നോട്ടമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സായി കുമാർ നോക്കുന്ന പോലെ തന്നെ ഒരു നോട്ടം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് അതെ, ഇത്രയും നേരം എവിടെ പോയതായിരുന്നു? അവളെ ഇന്നലെ കൊണ്ടുവിടാൻ പോയതല്ലേ? അവളെ കൊണ്ടുവിടുന്നതിന് ഒരു സമയപരിധി ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇത്രയും നേരം എവിടെയായിരുന്നെന്നാ ചോദിച്ചതെന്ന് പറഞ്ഞു. തോന്നുമ്പോഴും വരും, ഇഷ്ടമുള്ളപ്പോ പോകാനും ഇഷ്ടമുള്ളപ്പം വരാനും ഇതെന്താ സത്രമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ബാലന് ആണെങ്കിൽ നല്ല രണ്ട് വർത്താനം വൈജയോട് പറയാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പം വൈജയായിട്ട് തന്നെ കുഴി അങ്ങോട്ട് തോണ്ടി കൊടുത്തു, വൈജയനെ കുഴിച്ചിടാനുള്ള ആ ഒരു കുഴി. അങ്ങനെ ബാലൻ ഇങ്ങ് പുറകിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് പറഞ്ഞു, അല്ല, തോന്നുമ്പം വരാനും പോകാനും ഒക്കെ സത്രമല്ല എന്ന് ഞാൻ നിന്നോടല്ലേ പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനാരാ ഇവിടെ തോന്നുമ്പോ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്? ഞാനിവിടെ ഒന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, പറയാതെ അല്ലല്ലോ പോയത്. അതുപോലെ ബാലചന്ദ്രന് പറഞ്ഞിട്ട് പോയാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? എവിടെയാ പോകുന്നത്, എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓ, അല്ല, ഇവിടെ എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ടാണോ എങ്ങോട്ടേലും ഒക്കെ പോകുന്നത്? മാത്രമല്ല, ഇവിടെ എല്ലാവരും അത്രയ്ക്ക് സത്യസന്ധരാണോ? എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടോ, അതോ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ എന്ന് ഈ ചോദ്യം കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വൈജയ്ക്ക് എന്തോ ഒരു പേടി കേട്ടോ. അലീനയിൽ നിന്നും അലീനയുടെ വാക്കുകൾ ഇങ്ങനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണല്ലോ. അലീനയ്ക്ക് എന്തൊക്കെയോ അറിയാമെന്ന് നമ്മുടെ വൈജയ്ക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ വൈജ ഒന്ന് പതറിയിട്ട് വൈജ പറഞ്ഞു, അത് പിന്നെ ബാലചന്ദ്രൻ എന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ബാലചന്ദ്രൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് ബാലചന്ദ്രൻ വിചാരിക്കരുത്. അല്ല, അവളെ കൊണ്ടാക്കാനേ ഇത്ര ടൈം ഉണ്ടല്ലോ. അവളെ ഇവിടുന്ന് രാവിലെ കൊണ്ടാക്കിയിട്ട് അന്ന് തന്നെ വൈകിട്ട് 5 മണിക്ക് മുമ്പ്, മാക്സിമം കൂടിപ്പോയാല് ട്രാഫിക്കോ അതോ ഇതൊക്കെ ഉണ്ടെങ്കിലും 5 മണിക്ക് മുമ്പ് ഇവിടെ എത്താനായിട്ട് പറ്റൂലോ. പിന്നെ എന്തേ ഇത്രയും വൈകിയത്? ഒരു ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചു എന്നൊക്കെ കേട്ടു. ആരുടെ കൂടെ ഹോട്ടൽ റൂം എടുത്ത് താമസിച്ചതെന്നും കൂടെ അങ്ങ് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആരുടെയും കൂടെ ഹോട്ടൽ റൂമിൽ താമസിച്ചിട്ടില്ല. ആരെങ്കിലും എവിടെയെങ്കിലും താമസിച്ചിട്ടുണ്ടോന്നും കള്ളങ്ങളൊക്കെ മറയ്ക്കുന്നുണ്ടോന്നോ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. ഇപ്പൊ കൃഷ്ണമോൾ ഇത് ഇത്രയും കേട്ടപ്പോ തന്നെ കൃഷ്ണമോള് അത് പിന്നെ അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛൻ കയറി പോകാൻ നോക്കെ, ഈ അമ്മ പറയുന്നതിനൊക്കെ ആൻസർ പറയാൻ എന്തിനാ അച്ഛൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. കാരണം കൃഷ്ണമോൾക്ക് പേടി, ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വൈത്താളോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ തീർന്നില്ലേ. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, അമ്മയ്ക്ക് എന്താ, അമ്മയ്ക്ക് മിണ്ടാതിരിക്കത്തില്ലേ? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നത്? അമ്മ ഇങ്ങോട്ട് വന്നപ്പം കേറ്റത് തന്നെ, എന്റെ അച്ഛൻ കേറ്റത് തന്നെ അമ്മയോട് ചെയ്യുന്നൊരു ദയായിട്ട് അമ്മ കണ്ടാ മതി. ഞാനെങ്ങാനും അച്ഛന്റെ സ്ഥാനത്തെങ്കിലേ അമ്മയുടെ സ്ഥാനം ഈ ഗേറ്റിന് അപ്പുറത്തായിരിക്കും. ഒരിക്കലും ഞാൻ ഇങ്ങോട്ടേക്ക് കയറ്റത്തില്ല അമ്മേനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എടി ധിക്കാരി, നീ എന്തൊക്കെയാടി വിളിച്ചു പറയുന്നത്? ഓഹോ, അപ്പൊ അച്ഛനും മക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആരും ഇവിടെ ആരെ അറ്റാക്ക് ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്റെ പൊന്നമ്മേ. അമ്മയൊന്നും മനസ്സിലാക്കുക, വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ. അച്ഛൻ ടയേർഡായിട്ട് വന്നേക്കല്ലേ, അച്ഛന്റെ ടയേർഡെങ്കിലും കണ്ടിട്ട് അമ്മയ്ക്ക് അച്ഛനെ ഒന്ന് വെറുതെ വിട്ടൂടെ? എന്ത് ടയേർഡാടി ഒറ്റ രാത്രി കൊണ്ട് ഇയാൾക്ക് ടയേർഡാകാനായിട്ട്? എന്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അച്ഛൻ കയറി പോകാൻ നോക്ക് എന്ന് പറയുകയാണ് നമ്മുടെ കൃഷ്ണമോള്. ഏതായാലും ബാലചന്ദ്രൻ ഇത്രവും പറഞ്ഞിട്ട് കടുപ്പിച്ച് 2 നോട്ടവും നോക്കി വൈജയനെ. ആവശ്യത്തിലേറെ മുനവച്ച വർത്താനം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു കേട്ടോ. നല്ല വർത്താനം പറഞ്ഞു. നല്ല വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയനെ അങ്ങോട്ട് നിർത്തി അങ്ങോട്ട് പൊരിക്കുവല്ലേ, ആ രീതിയിലുള്ള നല്ല 2 വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ ഒരു ചെറിയ സംശയം ഉണ്ടാകണം,
നമ്മുടെ ബാലചന്ദ്രൻ എന്തൊക്കെയോ അറിയാന്നുള്ള രീതി ഉണ്ടാകണം വൈജയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് 2-4 വർത്തമാനം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞത്. ഏതായാലും ബാലചന്ദ്രൻ ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. ആകപ്പാടെ നമ്മുടെ വൈജ വട്ടം കറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ചു. ശ്വാസം വലിച്ചു കയറ്റിയും അതേ സ്പീഡിൽ ശ്വാസം പുറത്തേക്ക് വിട്ടും ഇങ്ങനെ നിപ്പുണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയോ, ഇനിയിപ്പം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ സംസാരിക്കുന്നത് എന്നൊക്കെ ഒരു വല്ലാത്ത പേടിയുണ്ട് കേട്ടോ. അപ്പൊ ഇതിനു മുമ്പായിട്ടൊരു സീനുണ്ടേ, നമ്മുടെ വൈജയുമായിട്ട് ചെറിയൊരു പോരൊക്കെ ഇനിയിപ്പം ബബിതയാ കൂടുതൽ ഉണ്ടാക്കുന്നത്. കാരണം ബബിതയുടെ സ്വഭാവം അറിയാലോ. ബബിത ഇപ്പം എന്താ പറയാ, വൈജയുടെ ഒരു സ്വഭാവം ഉള്ള ഒരു പെങ്കൊച്ച് തന്നെയല്ലേ. വൈജയുടെ ഏകദേശം വാശിയും വീറും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പം ബബിത ഇങ്ങനെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, ഒരു പരിധിയില്ലേ ഈ കിടന്നിട്ട് വായിട്ട് അലയ്ക്കുന്നതിന്. അമ്മ ഇങ്ങനെ തോന്നിവാസം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല ജൂനിയർ വൈജയന്തി എന്താ സീനിയർ വൈജയന്തി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ആരുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നുമില്ല, പക്ഷെ ഉള്ളത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് കണ്ടാലും എനിക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ല. ഇനിയിപ്പം ആർക്കെങ്കിലും കുത്ത് കൊണ്ട പോലെ ആകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കുവോ, ശബ്ദം പുറപ്പെടുപ്പിക്കുമോ ഒന്നും നോക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് വായി തോന്നുന്നത് ഞാൻ വിളിച്ച് പറയും കൃഷ്ണേ. അതിപ്പോ ആരാണെങ്കിലും, അത് നീ ആണെങ്കിലും അത് അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ എനിക്ക് വായി തോന്നുന്ന വിളിച്ച് പറയും. ഒരു പരിധിയില്ല എല്ലാം കേട്ടോണ്ട് നിൽക്കുന്നതിന്. അച്ഛനെ ഇങ്ങനെ എന്തിനാ ഇട്ട് വട്ട് കളിപ്പിക്കുന്നത്, വട്ടം തട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ ബബിത. അതിന്റെ ബബിത അകത്തേക്ക് കയറിപ്പോയേ. ഇപ്പൊ കൃഷ്ണമോളും ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔതക്കുട്ടിച്ചായനെ വിളിക്കാം. ആര്? ബൈജും ആന്റപ്പനും അതുപോലെ തന്നെ നമ്മുടെ പൗലോസും ഒക്കെ ചേർന്നിട്ട് ഔതക്കുട്ടിച്ചായനെ വിളിച്ചു. ഔതക്കുട്ടിച്ചായൻ ഫോൺ എടുത്തു. ഹലോ എന്നും പറഞ്ഞൊരു വിളിയൊക്കെ, ഒരു ഗൗരവം മാത്രമല്ല ഭയങ്കര കട്ടിയുള്ള ഒരു വിളി. ഹലോ എന്ന് വെച്ചു. ഹലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊളുത്തുപുഴയെന്നാ. ആന്റപ്പനാ, മനസ്സിലായോ? ആ ആന്റപ്പനോ, പറയാ ആന്റപ്പ, എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് പിന്നെ അതെങ്ങനെ പറയാനാ? ഓ എന്തോന്നാണെങ്കിലും ഒന്ന് പറയടോ. എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്നാ ചോദിച്ചത്. ഞാനാണ് ഈ പാടത്തും പറമ്പിലൂടെയൊക്കെ നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ, അത്യാവശ്യ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ ഇവിടെ അത്യാവശ്യ കാര്യം തന്നെയാണ്. അത് പിന്നെ മുതലാളി ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേണൽ അദ്ദേഹം. പെണ്ണിനെയോ? ഏത് പെണ്ണിനെ? ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പാലയെന്നങ്ങാണ്ടാ കൊണ്ടുവന്നത്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മകളാണെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല എന്താണെന്ന്. ഏതായാലും ഞാനിത് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ, ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞില്ല എന്ന് ഇദ്ദേഹം തന്നെ എന്നോട് പറയത്തില്ലേ, അപ്പൊ അതുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു. ആഹാ, പാലയെന്നാ വന്നതെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഈ പറയുന്ന ഔതക്കുട്ടിച്ചായന് മനസ്സിലായി. ഓഹോ, അപ്പൊ അവൻ രണ്ടും കൽപ്പിച്ചാണല്ലേ. അപ്പം വന്നിരിക്കുന്നത് അവളാണ്, ചാരസന്തതി. എന്നാ പിന്നെ പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഔതക്കുട്ടി അവിടെ നിന്ന് നേരെ പുനലൂരിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. ഏതായാലും അടിപൊളി വിശേഷമാണോ നാളത്തെ വിശേഷം കേട്ടോ. അപ്പം നാളെ ഏകദേശം ഈ ഇത്രയൊക്കെ സീനൊക്കെ കാണിക്കത്തുള്ളൂ. പിന്നെ ഇനിയിപ്പൊ നമ്മുടെ രേവതിക്കുട്ടീനെ വിളിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു സീന് നാളെ കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടീനെ വിളിച്ചിട്ട് നമ്മുടെ അലീന സംസാരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല സംസാരിക്കണത്, ഇവിടെ ഞാൻ എൻ്റെ പപ്പയുടെ അടുത്താ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കഥകളും A to Z വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ രേവതിക്കുട്ടി മാമച്ചനോട് ഗ്രേസിയോടൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിശ്വാസം വരുന്നില്ല കേട്ടോ. ആർക്കാണെങ്കിലും ഒരു സിനിമാറ്റിക് പോലെ തോന്നൂലോ, വിശ്വാസം വരത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു എത്തുപിടിയും കിട്ടുന്നില്ല. ഇതിനോടൊപ്പം നമ്മുടെ ഔതക്കുട്ടിച്ചായനും വരുന്നുണ്ട് കൊളുത്തുപുഴയിലേക്ക്. കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.